വാട്സപ്പിൽ നമ്മൾ എല്ലാവരെയും വട്ടം കറക്കുന്ന നമ്മളെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു ഓപ്ഷൻ വാട്സപ്പിലുണ്ട്. നമ്മളൊരു പുതിയൊരു അപ്ഡേഷൻ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. അത് എന്താണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഈസി ആയിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. വാട്സപ്പ് ഉപയോഗിക്കുന്ന നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഓപ്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഇത് കുറച്ച് മുൻപ് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ വാട്സപ്പിൽ ഒരു ബുദ്ധിമുട്ട് വന്നത്. എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രൊഫൈൽ നമ്മളിവിടെ കാണുന്നുണ്ട്. നമുക്ക് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് 3 ഡോട്ട്സ് കാണുന്നുണ്ട്. ചില ലേറ്റസ്റ്റ് അപ്ഡേഷൻ വന്ന ആളുകൾക്ക് അവിടെ ഒരു പ്രൊഫൈൽ ഐക്കൺ ആണ് കാണുന്നത്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് പ്രൈവസിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് ഏറ്റവും താഴേക്ക് എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഈ അഡ്വാൻസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 സബ് ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജ്. അൺനോൺ അക്കൗണ്ടിൽ നമുക്ക് അറിയാത്ത നമ്പറിൽ നിന്നൊക്കെ നമ്മുടെ ഫോണിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് വരും. നമുക്ക് ഇത് ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതിന് താഴെയായിട്ട് പ്രൊട്ടക്ട് IP അഡ്രസ് ഇൻ കോൾസ് വരും. നമുക്ക് ഉണ്ടാവുന്ന കോളുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് പല തട്ടിപ്പുകളും കാര്യങ്ങളും വരുന്നതൊക്കെ നമുക്ക് ഇത് ഓൺ ചെയ്ത് വെച്ചാൽ ഒഴിവാക്കാൻ സാധിക്കും. ഇനി അതിന്റെ താഴെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൊണ്ടുണ്ട് ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂ. ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നത്. ഇത് നമ്മൾ ഓൺ ചെയ്ത് വെക്കുന്നത് നമുക്ക് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. തേർഡ് പാർട്ടി വെബ്സൈറ്റിലേക്കൊക്കെ നമ്മൾ പോകുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോകുന്ന ഒഴിവാക്കാനാണ്. പക്ഷെ ഇത് ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അത് കറക്റ്റായിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഫ്രണ്ട്സിന് എന്തെങ്കിലും ഒരു വീഡിയോ നമ്മൾ ഒരു വാട്സപ്പ് ലിങ്ക് നമ്മൾ അയച്ചു കൊടുക്കണം, അല്ലെങ്കിൽ യൂട്യൂബ് ലിങ്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് മുകളിൽ കാണിക്കുന്നത് പോലെ നമുക്ക് ആ ഒരു സ്ക്രീന് അതിന്റെ ഒരു തമ്മയിൽ കറക്റ്റ് ആയിട്ട് അവർക്ക് കാണിക്കില്ല. അതിന് പകരം പോകുക എങ്ങനെയാണ്, ഇതേപോലെ ഒരു ലിങ്ക് മാത്രമേ പോകുള്ളൂ. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുന്നത് എന്താണ് നീ ലിങ്ക് മാത്രം അയച്ചത്, എന്താണ് കാര്യം എന്നുള്ള അവർ ചോദിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് നേരെ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ, നമുക്ക് അഡ്വാൻസിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെ കാണിക്കുന്ന ഡിസേബിൾ ലിങ്ക് പ്രിവ്യൂസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ഇനി അതല്ല നിങ്ങൾക്ക് നല്ല പ്രൊട്ടക്ഷൻ ആണ് വേണ്ടത്, മറ്റേത് പ്രശ്നമില്ല, നമ്മുടെ ഫ്രണ്ട്സിനൊന്നും അങ്ങനെ വീഡിയോ അയച്ചു കൊടുക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ അത് ഓൺ ചെയ്ത് വെച്ചോളൂ. അല്ലാത്ത ആളുകളാണെങ്കിൽ അത് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്.